ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം കുരിശിനെ കുറിച്ചാണ്. ജഡം ഭസ്മമാണെന്ന് ധ്യാനിക്കുന്ന കാലമല്ലേ നോമ്പ്. അതാരംഭിക്കുന്നത് ചാരം നെറ്റിത്തടത്തിൽ കുരിശാകൃതിയിൽ വരച്ചു. ക്രിസ്ത്യാനിയുടെ വിശ്വാസ വഴിയിലെ അനിവാര്യ ഘടകമാണ് കുരിശ്. ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലുമൊക്കെ നാം അതിനെ കണ്ടെത്തും, അല്ലെങ്കിൽ അത് നമ്മെ തേടിയെത്തും. സഹനത്തോടുള്ള ക്രിസ്തുമതത്തിന്റെ കാഴ്ചപ്പാട് ലോകത്തുള്ളതും ഉണ്ടായിരുന്നതുമായ മറ്റേതൊരു വിശ്വാസ കൂട്ടായ്മയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. വേദനകളും പരാജയങ്ങളും ദൈവകോപത്തിന്റെ ഫലങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്ന ലോകത്തിലേക്കാണ് പീഡാനുഭവവും തിരസ്കരണവും ഏറ്റുവാങ്ങുന്നതിനായി അപമാനത്തിന്റെയും ശാപത്തിന്റെയും അടയാളമായ കുരിശിനെ പുൽകുന്നതിനായി ദൈവം മനുഷ്യന്റെ രൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നത്. പാപത്തിന്റെ കെട്ടുകളിൽ നിന്നും ലോകത്തെ മോചിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത സഹനത്തെ സ്വീകരിക്കുകയാണ്, വേദനകൾ ഏറ്റെടുക്കുകയാണ്. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ടായി. കിണറ്റിൽ നിന്നും വെള്ളമെടുക്കുവാൻ വന്ന ഒരു അമ്മ കുടത്തിൽ വെള്ളം നിറച്ചു ജലോപരിതലത്തിൽ ഒരു മരക്കഷ്ണമിട്ട് മടങ്ങാൻ ആരംഭിച്ചു. വഴിമധ്യേ ആകസ്മികമായി ഇത് കണ്ട സാലസ് ആ മരക്കഷ്ണത്തെക്കുറിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു, ഈ ഭാരിച്ച കുടവുമായി എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. ചിലപ്പോൾ ക്ലേശിച്ച് തളർന്നു പോകും. അപ്പോൾ വെള്ളം തുളുമ്പി താഴെ പോകാതിരിക്കാനാണ് ഈ തടിക്കഷ്ണം ഇട്ടിരിക്കുന്നത്. അതെ, തീരാ വേദനകളുടെ ഭാരത്താൽ മുന്നോട്ട് പോകാനാവാത്ത വിധം ജീവിതം ദുസ്സഹമാകുമ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ മരക്കുരിശിലേക്ക് നോക്കാം. അത് നമ്മെ ശാന്തമാക്കും. മുന്നോട്ട് പോകുവാനും തളരാതെ ശക്തി ആർജിക്കുവാനും നമ്മെ സഹായിക്കും. പറുദീസായിലേക്കുള്ള വഴി ആരംഭിക്കുന്നത് നമുക്ക് വേണ്ടി പ്രാണനർപ്പിച്ച ക്രിസ്തുവിന്റെ കുരിശിൻ ചുവട്ടിൽ നിന്നാണ്. നിശ്ചയിക്കപ്പെട്ട സഹനത്തിന്റെ കുരിശും പേറി പരാതികളില്ലാതെ അവന്റെ തിരുനുണം വീണ പാദവരമ്പിലൂടെ നമുക്കും അവനെ അനുധാവനം ചെയ്യാം. കാരണം വീഴ്ചകളെ പുകഴ്ചകളാക്കുവാനായിരുന്ന അവസ്ഥയിൽ നിന്നും കുരിശുമായി എഴുന്നേൽക്കുമ്പോൾ നീട്ടപ്പെട്ട കുരിശുകൾ അത്രയും ശിമയോനാകാനുള്ള ക്ഷണമാണെന്നും നൊമ്പരയാത്രയിൽ താങ്ങായി അങ്ങുണ്ടെന്നും ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ. ആമേൻ.